വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആരുടെ കൈകളിലായിരിക്കും സുരക്ഷിതമെന്ന കാര്യത്തിലൊരു ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് നമുക്ക് നാളെ അറിയുവാൻ സാധിക്കും. അപ്പോൾ ഇനി ആകാംക്ഷയുടെ മണിക്കൂറുകളാണ്. സംസ്ഥാനത്തെ 244 കേന്ദ്രങ്ങളിലായി രാവിലെ 8 മണിയോടെ ഈ വോട്ടെണ്ണൽ ആരംഭിക്കും. ഗ്രാമപഞ്ചായത്തുകളുടെ ഫലമാണ് ആദ്യം എത്തുക. അപ്പോൾ അതിന്റെ ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ട്, അല്ലേ അസിത? അതെ, വിവിധയിടങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രതിനിധികൾ ചേരുകയാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. എന്തായാലും ഈ വോട്ടെണ്ണലിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ആ ഫലങ്ങൾ അതിന്റെ ആദ്യ നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കൈരളി ന്യൂസും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും ചേരുന്നു. ആദ്യം കമലേശ്വരിക്ക് പോകാം. കമലേഷിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട് നമ്മളോടൊപ്പം ചേരുകയാണ്. കമലേഷ്, എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായിട്ടുണ്ട്. തിരുവനന്തപുരം ഏറെ ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്ന റിസൾട്ട് കൂടിയാണല്ലേ? അസിത, സിന്ധൂരി, തീർച്ചയായും കേരളം കാത്തിരിക്കുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ഇനി ആകാംക്ഷയുടെ മണിക്കൂറുകൾ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ 244 കേന്ദ്രങ്ങളിലായാണ് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം 244 കേന്ദ്രങ്ങളിലായാണ് ഈ വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ആദ്യം, അതായത് ഈ ത്രിതല പഞ്ചായത്തുകളിലേക്ക്, അതായത് ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുമുള്ള വോട്ടെണ്ണൽ അതാത് ബ്ലോക്ക് കേന്ദ്രങ്ങളിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിലെ വോട്ടെണ്ണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിലെ പോസ്റ്റൽ ബാലറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആദ്യം എണ്ണുക. അതുപോലെ തന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ളത് അതാത് കേന്ദ്രങ്ങളിൽ തന്നെ, കോർപ്പറേഷൻ പരിധിയിലുള്ള ഏതെങ്കിലും കേന്ദ്രം, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ഏതെങ്കിലും കേന്ദ്രം, ആ നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ തപാൽ വോട്ടുകളാണ്, പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ എണ്ണുക. അത് മറ്റിടങ്ങളിലെല്ലാം, അതായത് ത്രിതല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളെല്ലാം തന്നെ അതാത് ഭരണാധികാരികൾക്ക് മുന്നിൽ തന്നെ ആ ടേബിളിൽ തന്നെ അത് എണ്ണും. പക്ഷേ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകളെല്ലാം കലക്ടറേറ്റിൽ വെച്ച് ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുക, അതായത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ വോട്ടുകൾ. ഏതായാലും ആ നിലയിലാണ് വോട്ടെടുപ്പിൻ്റെ ക്രമീകരണം ഉള്ളത്, അതായത് കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്രമീകരണം എല്ലാം തന്നെ ഉള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ഫലമാണ് ആദ്യം തന്നെ അറിയാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. ഒരു 8:30 തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ നമുക്ക് ലഭ്യമായി തുടങ്ങും. ഒരു 11 മണി കഴിയുന്നതോടുകൂടി കേരളത്തിലാകെയുള്ള ഒരു ട്രെൻഡ് എന്താണ് എന്നത് വ്യക്തമാകും. ഉച്ചയോടുകൂടി തന്നെ അന്തിമ വിധി എന്താണ്, കേരളം എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയത്, കേരളം ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന നിലയിലേക്ക് വിധി പൂർണ്ണമായും, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അസിത നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ്. കേരളത്തിലെ തന്നെ മറ്റ് കോർപ്പറേഷനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള നിരവധി രാജ്യാന്തര തലത്തിലുള്ള പുരസ്കാരങ്ങൾ, അതുപോലെ തന്നെ രാജ്യത്തിനകത്ത് നിന്നും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നൽകുന്ന വിവിധ പുരസ്കാരങ്ങൾ നേടി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ അതിന് ചുക്കാൻ പിടിച്ചു എന്നുള്ളത് കൂടിയുണ്ട്. LDF ആണ് കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. സ്വാഭാവികമായും ആ വികസന നേട്ടങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കോർപ്പറേഷനകത്തും മറ്റ് ജില്ലയ്ക്കകത്താകെ തന്നെയും ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടർമാരെ സമീപിച്ചിട്ടുള്ളത്. ഈ വികസനം വോട്ടായി മാറും എന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് LDFനുള്ളത്. സംസ്ഥാന വ്യാപകമായി തന്നെ കഴിഞ്ഞ 9.5 വർഷക്കാലമായി സംസ്ഥാന സർക്കാർ തുടരുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്, ക്ഷേമ പദ്ധതികളുണ്ട്. അതെല്ലാം വോട്ടായി മാറും എന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് LDF വെച്ച് പുലർത്തുന്നത് എന്നതാണ്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.